ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയുടെ താഴെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്ന 5 ഗെയിമിംഗ് ഫോൺസാണ്. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ഫോണാണ് റിയൽമി 8. റിയൽമി 7ൻ്റെ സക്സസറായിട്ട് വന്ന ഫോണാണ് റിയൽമി 8. അപ്പോൾ 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ കഴിയില്ല. പക്ഷേ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണാണ് റിയൽമി 8. ഇതിൽ 6.4 ഇഞ്ചസിൻ്റെ ഫുൾ HD സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടും. ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. MediaTek G95 ആണ് ഇതിലെ പ്രോസസ്സർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പ്രോസസ്സർ തന്നെയാണിത്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ കഴിയും. റിയൽമി 7ലും ഈ സെയിം പ്രോസസ്സർ തന്നെയായിരുന്നു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെർഫോമൻസിൽ അത്ര ഇൻക്രീസ് ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് നോക്കുമ്പോൾ 15,000 റുപ്പീസിൻ്റെ താഴെ വരുന്നൊരു ഫോണാണിത്. ഈ പ്രൈസിന് ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്കിതിൽ കിട്ടും. PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ സ്മൂത്ത് പ്ലസ് അൾട്രയിൽ ഇട്ടിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 40 FPS റേഞ്ചിലൊക്കെ നമുക്ക് ഗെയിം കളിക്കാൻ കഴിയും. 5000 mAh വലിയ ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും. 128 GB സ്റ്റോറേജും 4 GB റാമും വരുന്ന ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിന് 14,999 ആണ് പ്രൈസ് വരുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള ഫോണാണ് റെഡ്മി നോട്ട് 10 Pro. ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണാണ്. ക്യാമറ ആണെങ്കിലും ബാറ്ററി ലൈഫ്, ഡിസ്പ്ലേ, ഗെയിമിംഗ് പെർഫോമൻസ് എല്ലാത്തിലും നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു ഫോണാണിത്. ഇതിലെ ഡിസ്പ്ലേ വരുന്നത് റിയൽമി 8ലെ പോലെ തന്നെ സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചസ് ആണ് സൈസ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കിട്ടും. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 16 MB ഫ്രണ്ട് ക്യാമറയും. നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടും. സ്നാപ്ഡ്രാഗൺ 732G ആണ് ഇതിലെ പ്രോസസ്സർ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നൊരു പ്രോസസ്സറാണിത്. പിന്നെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ആയിരിക്കും, പവർ എഫിഷ്യൻറ്റും ആയിരിക്കും. അധികം ബാറ്ററി ഒന്നും അധികം വലിക്കാത്ത രീതിയിലുള്ള ഒരു നല്ല രീതിയിലൊരു 8 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്നൊരു പ്രോസസ്സറാണിത്. 5020 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇതിൽ വരുന്നത്. 64 GB സ്റ്റോറേജും 6 GB റാമും ഉള്ള ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 15,999 ആണ്. നോട്ട് 10 പ്രോയുടെ ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻസ് തന്നെ വരുന്ന എന്നാൽ കുറച്ച് ക്യാമറ ക്വാളിറ്റി കൂടിയ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്ന ഫോണാണ് റെഡ്മി നോട്ട് 10 Pro Max. ഇതിൽ നമുക്ക് ക്യാമറയുടെ സെൻസർ വ്യത്യാസമുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. കുറച്ച് ക്യാമറ ക്വാളിറ്റി കുറച്ച് കൂടും, പക്ഷേ അതിനനുസരിച്ച് പ്രൈസ് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. 64 GB സ്റ്റോറേജും 6 GB റാമുള്ള ഈ നോട്ട് 10 Pro Maxന് 18,999 പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാമറ ക്വാളിറ്റി മാത്രം കുറച്ച് കൂടുന്നതിന് വേണ്ടി അത്രയും പ്രൈസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നോട്ട് 10 Proയിൽ തന്നെ അത്യാവശ്യം നല്ല ക്യാമറ വരുന്നുണ്ട്. ഇനി അതിലും കൂടുതൽ മെച്ചപ്പെട്ട ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ട് 10 Pro Maxും സെലക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഫോണാണ് റിയൽമി നാർസോ 30 Pro. ഇതൊരു 5G ഫോൺ കൂടെയാണ്. ഇതിന് 6.5 ഇഞ്ചസിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് വരുന്നത്. ക്യാമറ വരുന്നത് 14 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. Dimensity 800U എന്ന് പറഞ്ഞ ഒരു 5G പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 5G ഫോണാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ പെർഫോമൻസ് ഏകദേശം MediaTekൻ്റെ G95 ഒക്കെ ആയിട്ട് കമ്പയർ ആവുന്ന അതിൻ്റെ ഒരു ഏകദേശം സെയിം പെർഫോമൻസ് വരുന്നൊരു ഫോണാണിത്. നല്ല പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണിത്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇതിൻ്റെ TDP റേറ്റ് കുറച്ച് കൂടുതലാണ് MediaTek G95 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അത്ര വലിയൊരു നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഹീറ്റിംഗ് ഒന്നും നമുക്കിതിൽ കാണാൻ കഴിയില്ല. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 64 GB സ്റ്റോറേജും 6 GB റാമുള്ള ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 16,999 ആണ്. നിങ്ങളൊരു ഫോൺ വാങ്ങിയിട്ട് ഒരു 2-3 വർഷത്തേക്ക് ഇനി വേറെ ഫോണൊന്നും വാങ്ങാനുള്ള പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. കാരണം ഇതൊരു 5G ഫോണാണ്, ഫ്യൂച്ചർ പ്രൂഫാണ്. നാലാമത്തെ ഫോണാണ് റിയൽമി X7. ഇതിന് 6.4 ഇഞ്ചസിൻ്റെ AMO LED ഡിസ്പ്ലേ ആണ് വരുന്നത്. സാധാരണ 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. നാർസോ 30ലെ പോലെ തന്നെ Dimensity 800U ആണ് ഇതിലെ പ്രോസസ്സർ വരുന്നത്. ഇത് നാർസോ 30 Proയിൽ യൂസ് ചെയ്ത സെയിം പ്രോസസ്സറാണ്. അപ്പോൾ പെർഫോമൻസും ഹീറ്റിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നല്ല പെർഫോമൻസ് കിട്ടും. ഹീറ്റിംഗ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 4300 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്.
50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും ഫാസ്റ്റ് കൂടിയ ചാർജിങ് വരുന്ന ഫോണാണ് റിയൽമി X7. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 128 GB സ്റ്റോറേജും 6 GB റാമും ഉള്ളതിൻ്റെ വേരിയൻറ്റിന് 19,999 ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു AMOLED ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി X7 സെലക്ട് ചെയ്യാം. അഞ്ചാമതായിട്ട് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഫോണാണ് നമുക്ക് പറയാനുള്ളത് പോക്കോ X3 Pro. 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, നല്ല പെർഫോമൻസ് തരുന്ന ക്യാമറയാണ്. സ്നാപ്ഡ്രാഗൺ 860 ആണ് ഇതിലെ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡിൽ വരുന്ന പ്രോസസ്സറാണ്. ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു 7 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന ഈ പ്രൈസിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസിൽ നമ്മൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീമിൽ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ ഗെയിം കളിക്കാൻ കഴിയും. ഒരു 60 FPS ഫ്രെയിം റേറ്റിലൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഇതിൽ ഗെയിം കളിക്കാൻ കഴിയും. ബാറ്ററി ലൈഫ് വരുന്നത് 5760 mAh ബാറ്ററിയാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. 128 GB സ്റ്റോറേജും 6 GB റാമും വരുന്ന ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിന് 18,999 ആണ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസുള്ള ഫോൺ നിങ്ങൾക്ക് 20,000 റുപ്പീസിൻ്റെ താഴെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫോൺ എടുക്കാം. പോക്കോ X3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ X3 പ്രോക്കുള്ള മാറ്റം വെയിറ്റ് കുറച്ചിട്ടുണ്ട്. X3ക്ക് ഒരു വെയിറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ചൊക്കെ X3 പ്രോയിൽ പരിഹരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫോണിന് പലരും AMOLED ഡിസ്പ്ലേ അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കുറ്റം പറയുന്നത് കാണാറുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു പ്രൈസിന് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡിലുള്ള പ്രോസസ്സറും മറ്റ് ഫീച്ചേഴ്സൊക്കെ തരുന്ന സമയത്ത് ഒരു AMOLED ഡിസ്പ്ലേയുടെ ആവശ്യമില്ല. അതിനനുസരിച്ച് പ്രൈസും കൂടും. അതേപോലെ തന്നെ X3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി ലൈഫ് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് X3 പ്രോയിലുള്ളത്. അപ്പോൾ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് ഈ പ്രൈസിൽ തരുന്ന ഒരു ഫോൺ തന്നെയാണ് പോക്കോ X3 Pro. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.